നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ഒരു ടോപ്പിക് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ സിഗ്നൽസിന്റെ ബേസിക് ആയിട്ട് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. അതായത് നമ്മളിപ്പം സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അല്ലെങ്കിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇപ്പം സിഗ്നലും സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സിഗ്നൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് കണ്ടിന്യൂസ് ടൈപ്പ്, ദെൻ അടുത്തത് ഡിസ്ക്രീറ്റ് ടൈപ്പ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ദെൻ അതുപോലെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ അല്ലെങ്കിൽ റാൻഡം സിഗ്നൽസ് എന്ന് പറയും. ദെൻ അതേപോലെ തന്നെ കോസൽ, ആന്റി കോസൽ, നോൺ കോസൽ സിഗ്നൽസ്, ഇത് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ അതുപോലെ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നൽസ്, എനർജി ആൻഡ് പവർ സിഗ്നൽസ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ടൈപ്പ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറെ ടൈപ്പ് ഒക്കെ നമുക്ക് പറയുന്നുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ, റൈറ്റ് സൈഡഡ് സിഗ്നൽ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് എന്താണെന്നുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന സിഗ്നൽസ് ആണ് ഈ എനർജി, പവർ, അതുപോലെ തന്നെ പീരിയോഡിക്, അപീരിയോഡിക്, ഈവൻ, ഓഡ്, കോസൽ, നോൺ കോസൽ, ഈ ടൈപ്പ് സിഗ്നൽ. ബാക്കിയൊക്കെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ലാസ്റ്റ് 4 ക്ലാസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പൊ ഒരു കണ്ടിന്യൂസ് ടൈമും ഡിസ്ക്രീറ്റ് ടൈം, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഒരു സിഗ്നൽ നമ്മളിപ്പോ എങ്ങനെ വരച്ചാലും, ഒരു സിഗ്നൽ നമ്മൾ എങ്ങനെ വരച്ചാലും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടൈം. ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ടിയുടെ എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സിഗ്നലിനെയാണ് കണ്ടിന്യൂസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ സ്പീഡ് സിഗ്നൽ, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സിഗ്നൽ, കറണ്ട് സിഗ്നൽ, ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. അതായത് ടിയുടെ എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ആ സിഗ്നലിനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി. ടി മീൻസ് ഇവിടുത്തെ വേരിയബിൾ അതാണ്. ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടൈം. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് കണ്ടിന്യൂസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇതൊരു ഡിസ്ക്രീറ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ഇതിന് എല്ലാ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഇപ്പൊ സീറോയിലുള്ള വാല്യൂ ആണ് ഇവിടെ എക്സ് ഓഫ് 0 എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് സീറോയിൽ ഒരു സാമ്പിൾ ഉണ്ട്. അപ്പൊ സീറോയിലുള്ള വാല്യൂ ചിലപ്പോൾ അത് 3 ആയിരിക്കാം. എന്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇതാണ് സീറോത്ത് സാമ്പിൾ എന്ന് പറയും. ദെൻ 1ലുള്ള സാമ്പിൾ വാല്യൂ, അതാണ് എക്സ് ഓഫ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ വാല്യൂ 2 ആയിരിക്കാം. ദെൻ എക്സ് ഓഫ് 2ലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇത് ടിക്ക് വരെ ഞാൻ n ഉപയോഗിക്കുന്നത്, ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വേരിയബിൾ ഉപയോഗിക്കുന്ന n ആണ്. എക്സ് ഓഫ് ടിക്ക് വരെ എക്സ് ഓഫ്. സോ ഇവിടെ 2ലുള്ള വാല്യൂ ഞാൻ 0 ആണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും, അവിടെ വാല്യൂ ഒന്നുമില്ല, ആ സാമ്പിൾ 0 ആണ്. ദെൻ 3ലുള്ളത് ചിലപ്പോൾ -1 ആയിരിക്കാം. ഇങ്ങനെ നമുക്ക് അതുപോലെ -1ലെ സാമ്പിളിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് കൺസിഡർ ചെയ്ത് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് n. അതായത് എല്ലാ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് n. അപ്പൊ ഇതിന് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസിനെ ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇനി അത് കമ്മ്യൂണിക്കേഷനകത്ത് PCM എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഒക്കെ വരുമ്പോൾ സാമ്പിളിംഗ് എന്താണ്, ഒരു സാമ്പിളിംഗ് തിയറം എന്താണ്, സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ് ഈ ഡിസ്ക്രീറ്റ് ടൈം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ട് നമ്മൾ ഈ എലിമെന്ററി സിഗ്നൽസും അതിന്റെ ടൈപ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ അത് അനലോഗ് ആയാലും ഡിജിറ്റൽ ആയാലും നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് സിഗ്നൽസിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് n. ദെൻ അപ്പൊ ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഏത് എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ അത് കാണിക്കാം. ദെൻ നെക്സ്റ്റ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ്. അതായത് ആ പേരിനകത്ത് തന്നെ അതിന്റെ ആ ഒരു മീനിങ് അവിടെ ഉണ്ട്. അതായത് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി. അതായത് ഈ ഒരു സിഗ്നൽ സൈൻ ടി എന്ന് പറയുന്നത്
അപ്പൊ ആ ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി സിക്വൽ ടു സൈൻ ടി എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് എന്താണ് ആ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് ടിക്ക് 0 കൊടുത്ത സൈൻ 0 ടിക്ക് 1 കൊടുത്ത സൈൻ 1. അപ്പൊ അങ്ങനെ ആ വാല്യൂ വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന ആ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്താണെന്നുള്ളത്, നമുക്ക് അതിന്റെ നേച്ചർ എന്താണ്, എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി എക്സ് ഓഫ് ടി സിക്വൽ ടു ടി സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഒരു നമുക്കൊരു ഏകദേശം ഒരു ധാരണ കാണും അത് എന്താണെന്നുള്ളത്. സൈൻ ആയാലും കോസ് ആയാലും ഇ റേസ് ടു മൈനസ് ടി എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ റാൻഡം സിഗ്നൽ ആണ്. അതിന് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിഗ്നൽ വരയ്ക്കുകയാണ്. ഇതൊരു നോയ്സ് ആണ്. ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി എന്താണ്, ഒരു കാര്യവും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണ്. നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഇത് തന്നെയാണ്, നോയ്സ്. നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോയ്സസ് ഏതൊക്കെയാണ്. അപ്പൊ അതെല്ലാം ഈ ഒരു സിഗ്നലുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. അപ്പോൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം നോയ്സ്. നോയ്സ് സിഗ്നൽ എന്ന് പറയുന്നത് റാൻഡം സിഗ്നൽ ആണ്. അതിന് നമുക്കൊരു എന്താണ് ഒരു റെഗുലർ സ്ട്രക്ചർ കാണത്തില്ല. സോ അതിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു എക്സ്പ്രഷൻ നമുക്ക് പറയാൻ പറ്റും. ഇത് സൈൻ വേവ് അല്ല, ഇത് എന്തോ ഒരു റാൻഡം സിഗ്നൽ ആണ്. അപ്പൊ എനിക്ക് ഇതിനൊരു മാത്തമെറ്റിക്കൽ ആയിട്ട് ഒരു എക്സ്പ്രഷൻ കാണുന്നില്ല. അപ്പൊ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് എന്താണ്, അതിനൊരു പർട്ടിക്കുലർ നേച്ചർ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ആയിരിക്കും. ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനൊരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കാണും. റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക്. അതിന്റെ എക്സാമ്പിൾ ആണ് നോയ്സ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഇത് ബേസിക് ഡെഫിനേഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് നമ്മുടെ കോസൽ, ആന്റി കോസൽ, നോൺ കോസൽ സിഗ്നൽസ്. അപ്പൊ ഒരു സിഗ്നലിനെ നമ്മൾ ഇത് സിസ്റ്റത്തിലും പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് എ കോസൽ സിസ്റ്റം, വാട്ട് ഈസ് എൻ ആന്റി കോസൽ സിസ്റ്റം, വാട്ട് ഈസ് എ നോൺ കോസൽ സിസ്റ്റം. പക്ഷെ നമുക്ക് സിലബസിൽ, ഇവിടെ ഇപ്പോൾ കറന്റ് ഉള്ള സിലബസിൽ നമുക്ക് LTI സിസ്റ്റം എന്നൊരു സിസ്റ്റത്തെ കുറിച്ചേ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മുടെ സിലബസിൽ LTI സിസ്റ്റം അല്ലെങ്കിൽ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ ശരിക്കും സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനകത്ത് ഈ കോസൽ, ആന്റി കോസൽ, നോൺ കോസൽ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഒരു കോസൽ സിഗ്നൽ, ഒരു നോൺ കോസൽ സിഗ്നൽ നോക്കാം. അപ്പൊ ഇത് അതിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിനകത്ത് തന്നെ അതിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണ്. അതായത് ഇപ്പൊ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡിസ്ക്രീറ്റിനകത്ത് ആപ്ലിക്കബിൾ ആണ്. അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിന്റെ വാല്യൂ 0 ആയിരിക്കും ഫോർ ടി ലെസ് ദാൻ 0. അതായത് ടിയുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ 0 കിട്ടുവാണെങ്കിൽ സിഗ്നൽ ഈസ് നോൺ ആസ് കോസൽ സിഗ്നൽ. അതേസമയം ടി ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എക്സ് ഓഫ് ടിയുടെ വാല്യൂ 0 ആവുന്നതെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ആന്റി കോസൽ സിഗ്നൽ. ഇനി ഈ രണ്ട് കണ്ടീഷനും അല്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് വിൽ ബി നോൺ കോസൽ. അതായത് ടി ലെസ് ദാൻ 0 0 കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ 0 0 കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് സിഗ്നൽ ഈസ് നോൺ ആസ് എ നോൺ കോസൽ സിസ്റ്റം അല്ലെങ്കിൽ നോൺ കോസൽ സിഗ്നൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കോസൽ, ആന്റി കോസൽ സിഗ്നൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻസ്. അപ്പൊ ഈ കണ്ടീഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് കോസൽ സിഗ്നൽ, അതായത് ടി നെഗറ്റീവ് വാല്യൂസിൽ അത് ആ ഒരു സിഗ്നൽ 0 വാല്യൂ കിട്ടണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോസൽ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് അതിന്റെ നോക്കാം. അപ്പൊ അത് നമുക്ക് കോസൽ ആണോ ആന്റി കോസൽ ആണോ എന്നുള്ളത് നമുക്കൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e raised to 2t u of t minus 1. ഇത് കോസൽ ആണോ ആന്റി കോസൽ ആണോ ഒന്ന് പറയാൻ പറ്റുമോ? കോസൽ സിഗ്നൽ. ഇത് കോസൽ സിഗ്നൽ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ടിക്ക് ഒരു -1 കൊടുക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എത്ര ആയിരിക്കും?
ടിക്ക് -1 കൊടുക്കുവാണെങ്കിൽ, അതായത് നമ്മൾ t ലെസ് ദാൻ 0-യില് എനിക്ക് x of t 0, അതാണ് t ഞാൻ -1 കൊടുത്തത്. അപ്പൊ -1 കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? e raised to -2, ടിക്ക് -1 കൊടുക്കുവാണ്. u of -1 -1, u of -2 എന്ന് പറഞ്ഞാൽ ഇത് 0 ആണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എത്ര വരും? നമുക്ക് 0 ആണ് കിട്ടുന്നത്, കാരണം ഈ ഒരു കമ്പോണന്റ് 0 ആണ്. u of -2 അല്ലെങ്കിൽ u of t, u of t എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് u of t. ഇത് 0 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെയാണ് അത് 1 ആവുന്നത്. u of -1 ഒക്കെ നോക്കി, ഇത് 0 ആണ്. 0ക്ക് ഇപ്പുറത്തോട്ട് u ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ u of -1 -2 എല്ലാം 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ തന്നേക്കുന്ന ഇക്വേഷനകത്ത് t -1 കൊടുക്കുമ്പോൾ എനിക്ക് u of -2 എന്ന് പറയുന്നത് 0 കിട്ടുന്നത്. t -2 -3 ഏത് കൊടുത്താലും എനിക്ക് 0 ആണ് കിട്ടുന്നത്. സോ ദിസ് സിഗ്നൽ ഈസ് എ കോസൽ സിഗ്നൽ. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. t ലെസ് ദാൻ 0-യില് ഇത് എനിക്ക് x of t 0 കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് എ കോസൽ സിഗ്നൽ. ഇനി മറ്റൊരു എക്സാമ്പിൾ കാണാം. x of t, സോ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. x of t is equal to e raised to -3t u of -t plus 2. ഇതെന്ത് സിഗ്നൽ ആണ്? കോസൽ ആണോ, ആന്റി കോസൽ ആണോ, നോൺ കോസൽ ആണോ? നോൺ കോസൽ ആണോ? അതെ, നോൺ കോസൽ ആണ്. അപ്പൊ നോൺ കോസലിന്റെ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇത് രണ്ടും അല്ലാത്ത കണ്ടീഷനാണ്. അതായത് ഞാൻ ടിക്ക് ഞാൻ -1 കൊടുക്കുവാണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? x of -1 എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ടിക്ക് -1 കൊടുക്കുമ്പോൾ u of 3 എന്നാണ് വരുന്നത്. കാരണം -1 ഓൾറെഡി കിടപ്പുണ്ട്. മൈനസ് പ്ലസ് ആണ്. u of 3 1 ആണ്. u of 3 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്റെ ആൻസർ എന്ന് പറയുന്നത് e raised to 3 എന്ന് വരും. അപ്പൊ x of t നോട്ട് ഈക്വൽ ടു 0. ഇനി ടിക്ക് ഞാൻ 1 കൊടുക്കുവാണ്, പോസിറ്റീവ് വാല്യൂ കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ കോസൽ അല്ലെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഈ ഇത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ t ലെസ് ദാൻ 0-യിൽ 0 ആവുന്നില്ല എന്ന് വെച്ചാൽ ഇത് കോസൽ കണ്ടീഷൻ അല്ല. ദെൻ അടുത്ത t ഈക്വൽ ടു ഞാൻ പോസിറ്റീവ് വാല്യൂ കൊടുക്കുവാണ്, 1 കൊടുക്കുവാണ്. അപ്പൊ എനിക്ക് x of 1 എന്ത് കിട്ടും? x of 1 എന്ന് പറയുന്നത് e raised to -3, ടിക്ക് 1 ആണ്. ദെൻ -1 plus 2 എന്ന് പറയുമ്പോൾ u of 1, u of 1 1 ആണ്. എനിക്ക് e raised to -3, അപ്പോഴും അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് t ഗ്രേറ്റർ ദാൻ 0-യിലും t ലെസ് ദാൻ 0-യിലും എനിക്ക് 0 കിട്ടുന്നില്ല. അപ്പൊ കോസലും അല്ല, ആന്റി കോസലും അല്ല. സോ ദിസ് സിഗ്നൽ ഈസ് നോൺ കോസൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ, നമുക്ക് ആന്റി കോസലും നോൺ കോസലും നിങ്ങൾ മനസ്സിലാക്കുക. ആന്റി കോസൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടീഷൻ പൂർണ്ണമായിട്ടും അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് x of t യുടെ വാല്യൂ 0 ആവണം, t ഗ്രേറ്റർ ദാൻ 0-യിൽ. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് ആന്റി കോസൽ എന്ന് പറയുന്നത്. ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നില്ല. ഈ 1 കൊടുക്കുമ്പോഴും -1 കൊടുക്കുമ്പോഴും നമുക്ക് 0 കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് നോൺ കോസൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. മെയിൻ ആയിട്ടും ആ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് പഠിക്കുക, ഓരോന്നിന്റെ എന്താണെന്നുള്ളത്. ഇത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് എവരി കോസൽ സിഗ്നൽ ഇസ് റൈറ്റ് സൈഡഡ് സിഗ്നൽ. എല്ലാ കോസൽ സിഗ്നൽസും റൈറ്റ് സൈഡഡ് ആണ്. ബട്ട് എവരി റൈറ്റ് സൈഡഡ് സിഗ്നൽ നീഡ് നോട്ട് ബി കോസൽ. എല്ലാ കോസൽ സിഗ്നൽസിനെയും നമുക്ക് റൈറ്റ് സൈഡഡ് സിഗ്നൽ എന്ന് വിളിക്കാം. അതായത് കോസൽ സിഗ്നൽ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ 0 മുതലാണ്, 0 to ഇൻഫിനിറ്റി ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാ റൈറ്റ് സൈഡഡ് സിഗ്നലിനെയും നമുക്ക് കോസൽ എന്ന് വിളിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രോപ്പർട്ടി. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കുക. ദെൻ ആന്റി കോസൽ സിഗ്നൽ, എവരി ആന്റി കോസൽ സിഗ്നൽ ഈസ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. ആന്റി കോസൽ സിഗ്നൽ എല്ലാം ലെഫ്റ്റ് സൈഡ് ആണ്. ഈ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷന് നേരെ ഓപ്പോസിറ്റ് ആണത്. ബട്ട് എവരി ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ നീഡ് നോട്ട് ബി ആന്റി കോസൽ. അപ്പോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ ഒന്ന് നോക്കുക. അത് എന്താണ്? ഈ യു ഓഫ് ടി എന്ന് പറയുന്നത് എപ്പോഴും 1 സ്ട്രേറ്റ് ലൈൻ, അത് ഞാൻ മുന്നത്തെ ക്ലാസ്സിലില്ല. അപ്പൊ അതുകൊണ്ട് യു ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സിഗ്നൽ ആണോ? അതെ അതെ, ഇത് നമ്മുടെ ഒരു ബേസിക് സിഗ്നൽ ആണ്. നമ്മൾ അതായത് ഒരു സ്റ്റാൻഡേർഡ് സിഗ്നൽ ആണ്. നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഒരു സിഗ്നൽ ആണ്. അപ്പൊ നമ്മൾ സൈൻ വേവ് എന്ന് പറയത്തില്ല. സൈൻ വേവിന് ഒരു ജനറൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. അതായത് a sin omega t plus theta. ഇത് അതിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. ഇതാണ് ഒരു സൈൻ വേവ്. ഇതേപോലെ തന്നെ യു ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ്. അതായത് യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്, t ഗ്രേറ്റർ ദാൻ 0-യിൽ അല്ലെങ്കിൽ ഈക്വൽ ടു 0-യിൽ, ആൻഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ t ലെസ് ദാൻ 0. അപ്പൊ ഇതാണ് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. കേട്ടോ,
0 മുതൽ ഇൻഫിനിറ്റി വരെ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ടി ലെസ് ദാൻ 0-യിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വിളിക്കുന്നത്. സ്റ്റെപ്പ് ഷേപ്പിലാണ് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം യു ഓഫ് 0 എത്രയാണ്? 1 ആണ്. യു ഓഫ് 1 എത്രയാണ്? 1 ആണ്. യുവിലെ അല്ല, യു ഓഫ് ഇൻഫിനിറ്റി 1 ആണ്. യു ഓഫ് -1, യു ഓഫ് -2, യു ഓഫ് മൈനസ് ഇൻഫിനിറ്റി എല്ലാം 0 ആണ്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം. യു ഫംഗ്ഷന്റെ നെഗറ്റീവ് വാല്യൂസ് എല്ലാം 0 ആണ്. യു ഫംഗ്ഷന്റെ പോസിറ്റീവ് വാല്യൂസ് നമുക്ക് വേറെ ലെറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാനും പറ്റത്തില്ല. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് സിഗ്നൽ ആണ്, അത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. ഇതേപോലെ തന്നെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് റാമ്പ് ആണ്, റാമ്പ് സിഗ്നൽ ആണ്. അത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ആർ ഓഫ് ടി എന്ന് പറയുന്നത് യു ഓഫ് ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ആർ ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? 1-നെ ടി അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടി അല്ലേ കിട്ടുന്നത്. അപ്പൊ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0-യിൽ അത് ടി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പൊ നമുക്ക് യു ഓഫ് ടി ഇന്റഗ്രേറ്റ് ചെയ്ത ആർ ഓഫ് ടി കിട്ടും, അല്ലെങ്കിൽ ആർ ഓഫ് ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത യു ഓഫ് ടി കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ബേസിക് ഇൻപുട്ടുകളാണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ടുകളാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ എലിമെന്ററി സിഗ്നൽസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെയാണ്, യൂണിറ്റ് സ്റ്റെപ്സ് അല്ല, ഇമ്പൾസ് സിഗ്നൽ, അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡെൽ ഓഫ് ടി. അതെന്ന് പറയുന്നത് ഇന്റഗ്രൽ -0-യിലാണ് ആ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. 0 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി ഈക്വൽ ടു 1 അറ്റ് ടി ഈക്വൽ ടു 0. അതായത് ഈ ഒരു സിഗ്നലിന്റെ ഏരിയ 1 ആയിരിക്കും. അത് ടി ഈക്വൽ ടു 0-യിൽ മാത്രമേ ആ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന എലിമെന്ററി സിഗ്നൽസ്. കാരണം ഇനി പല കാര്യങ്ങളിലും നമുക്ക് വരുന്ന ഒരു സിഗ്നൽസ് ഇത് മൂന്നെണ്ണമാണ്. പിന്നെയും കുറെ എലിമെന്ററി സിഗ്നൽ ഉണ്ട്. ഈ സൈനും കോസും എല്ലാം എലിമെന്ററി സിഗ്നലാണ്. അപ്പൊ ഡെൽ ഓഫ് ടി, യു ഓഫ് ടി, ആർ ഓഫ് ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സിഗ്നൽസ് ആണ്. അപ്പൊ അതിന്റെ 3ന്റെ ഡെഫിനേഷൻസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി. ഇനി ഇവിടെ തൊട്ട് കുറച്ച് കാര്യങ്ങൾ അധികം നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു പീരിയോഡിക് സിഗ്നൽ ആണോ നോൺ പീരിയോഡിക് സിഗ്നൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ചില കണ്ടീഷൻസും, അതേപോലെ കോസൽ, നോൺ കോസൽ, എനർജി, പവർ, ഇങ്ങനെയൊക്കെ വരുന്നത് കുറച്ച് പ്രോബ്ലംസ് ഓറിയന്റഡ് ആണ്. മറ്റേതൊക്കെ നമുക്ക് പെട്ടെന്ന് കോസൽ ആണോ ആന്റി കോസൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക്, ഇതൊക്കെ നമ്മളൊരു പീരിയോഡിക് സിഗ്നൽ എന്താണ് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എ സിഗ്നൽ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ ഫിക്സഡ് ടൈം പീരീഡ്. അതായത് നമ്മളിപ്പോ ഒരു സൈൻ വേവ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടി. ഇതൊരു സൈക്കിളാണ്. വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് അല്ലെ, അടുത്ത സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അത് 2 ആക്സിസിലോട്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇതൊരു പീരിയോഡിക് സിഗ്നലാണ്. കാരണം ഇത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്ത് പോവാണ്, റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇവിടുത്തെ സിഗ്നൽ ഏതാണ്? ഇതാണ് ഇവിടുത്തെ സിഗ്നൽ. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേരുന്നതാണ് നിങ്ങളുടെ സിഗ്നൽ. ആ സിഗ്നൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഈ സിഗ്നൽ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ ഫിക്സഡ് ടൈം പീരീഡ്, ദാറ്റ് ഈസ് നോൺ ആസ് പീരിയോഡിക് സിഗ്നൽ. അപ്പൊ ഇതിനകത്ത് നിന്ന് നിങ്ങൾ സിഗ്നൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതാണ് സിഗ്നൽ, ഇതാണ് നിങ്ങളുടെ സിഗ്നൽ. ഈ ഒരു ഞാൻ വരച്ചേക്കുന്ന ആ ഒരു പീരിയോഡിക് സിഗ്നലിനകത്ത് നിങ്ങളുടെ സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതേസമയം ഞാൻ ഇവിടെ വേറെ ഷേപ്പ് വരയ്ക്കുവാണ്. ഇത് വരയ്ക്കുവാണെങ്കിൽ ഇവിടുത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ സിഗ്നൽ. ടൈം പീരീഡ് ടിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടുത്തെ സിഗ്നൽ എന്താണ്? ഇതാണ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ല, അതായത് നമ്മൾ എന്ത് പഠിച്ചാലും അതിനൊരു ഡിസ്ക്രീറ്റ് വശവും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതില് ഇത് ഞാൻ അവിടെ പറയാഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സെയിം കണ്ടീഷൻസ് നിങ്ങൾ ഉപയോഗിക്കാം. ഡിസ്ക്രീറ്റിന്റെ കേസിൽ എക്സ് ഓഫ് എൻ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് എൻ വാല്യൂ 0 ആയിരിക്കും ഫോർ n ലെസ് ദാൻ 0. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ അത് കോസൽ ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0 ഓർ n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ആന്റി കോസൽ ആയിരിക്കും. ടി മാറി n വന്നേ ഉള്ളൂ, വേറെ വ്യത്യാസം ഒന്നും ഇതിനകത്ത് വരുന്നില്ല. വ്യത്യാസം വരുന്ന സിഗ്നൽസിന്റെ കേസ് ഞാൻ പറയാം.
അപ്പൊ ഇവിടെ ആന്റി കോസൽ കോസലിനകത്തൊന്നും ആ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ എന്നിന് -1 അല്ലെങ്കിൽ +1 ഇട്ട് കൊടുത്തിട്ട് കോസൽ ആന്റി കോസൽ ചെക്ക് ചെയ്യാം. ദെൻ ഇത് രണ്ടും അല്ലെങ്കിൽ നോൺ കോസൽ എന്ന് വിളിക്കാം. അപ്പൊ അത് ഞങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ടിയിലോ എന്നിലോ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ടി ആണെങ്കിൽ ടി -1 കൊടുക്കുക, n ആണെങ്കിൽ n -1 അല്ലെങ്കിൽ +1 കൊടുത്തിട്ട് ചെക്ക് ചെയ്യുക. ഇവിടെ പീരിയോഡിക് സിഗ്നലിനെ നമ്മൾ പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ, ഇപ്പൊ നിങ്ങൾക്ക് x ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ തന്നു, അത് പീരിയോഡിക് ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്. അതായത് x ഓഫ് ടി ഈക്വൽ ടു x ഓഫ് ടി പ്ലസ് ടി. A signal is said to be periodic if x of t എന്ന് പറയുന്നത് x of t plus t ക്ക് ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോ ഇതിന് ബേസിക് ആയിട്ട് നമ്മൾ 3 സിഗ്നൽസിനെ പീരിയോഡിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് പഠിക്കാറുണ്ട്. അപ്പൊ അതിൽ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് a sin ഒമേഗ ടി പ്ലസ് 5, അതായത് ഒരു സൈൻ വേവ്. ഇത് ഞാൻ ഇത് x ഓഫ് ടി ആയിട്ട് എടുക്കുവാണ്. ഈ സിഗ്നല് പീരിയോഡിക് ആണ്. ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? അപ്പൊ ഈ ഒരു ഫസ്റ്റ് സിഗ്നൽ നമുക്ക് ഇതിനെ എടുക്കാം. x ഓഫ് ടി ഈക്വൽ ടു a sin ഒമേഗ ടി പ്ലസ് 5. ഞാൻ അന്നേരം x ഓഫ് ടി പ്ലസ് ടി എടുക്കുവാണ്. x ഓഫ് ടി പ്ലസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. A signal is said to be periodic if x of t is equal to x of t plus t. അത് പീരിയോഡിക് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണം. അത് പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നതാണ് ടി. ടി ഈസ് ദ ഫണ്ടമെന്റൽ ടൈം പീരീഡ്. ഇതാണ് ടി എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ടൈം പീരീഡ് ടി ഷുഡ് ബി ഈക്വൽ ടു 2π by ഒമേഗ. ഇതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2π by ഒമേഗ. ഓക്കെ, അപ്പോ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത് ഒരു സൈനസോയിഡൽ സിഗ്നൽ ആണ്. അപ്പൊ a sin ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പൊ ഞാൻ x ഓഫ് ടി പ്ലസ് ടി കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് വരുന്നത് എന്താണ്? ഞാൻ ആ ടിക്ക് പകരം ടി പ്ലസ് ടി കൊടുക്കുവാണ്. സൈൻ ഒമേഗ ഇൻറ്റു ടി പ്ലസ് ടി പ്ലസ് 5 എന്ന് വരും. അത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് a സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ ക്യാപിറ്റൽ ടി പ്ലസ് 5 എന്ന് വരും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി പ്ലസ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ അത് പീരിയോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഒരു അസംഷൻ എടുക്കുവാണ്. ഈ സിഗ്നൽ പീരിയോഡിക് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ചിലപ്പോൾ എന്റെ അസംഷൻ തെറ്റിപ്പോവാം. അപ്പം ഇത് പീരിയോഡിക് ആണെങ്കിൽ അതിൽ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ആ ടൈം പീരീഡിന്റെ ഫോർമുലയാണ് 2π by ഒമേഗ. ഒമേഗ അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് എഴുതാം. എന്താണ്? ഒമേഗ ടി ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2π എന്ന് കിട്ടും. അപ്പൊ അത് പീരിയോഡിക് ആണെങ്കിലുള്ള കണ്ടീഷനാണ്. ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. a സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ ടി എന്ന് പറയുന്നത് 2π ആണ് പ്ലസ് 5. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് എന്തായിട്ടാണ് കിട്ടുന്നത്? a സൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ a സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ a സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അത് കോസ് ആണെങ്കിലും അത് തന്നെയാണ്. കോസ് 360 പ്ലസ് തീറ്റ അല്ലെങ്കിൽ സൈൻ 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ തന്നെയാണ് സൈൻ തീറ്റ. കോസ് ആണെങ്കിൽ കോസ് തീറ്റ തന്നെ വരും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒമേഗ ടി പ്ലസ് 2π പ്ലസ് 5. അപ്പം ഇത് ഞാൻ തീറ്റ ആയിട്ട് എടുത്തേക്കുന്ന ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പൊ 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ a സൈൻ തീറ്റ ആണ്. തീറ്റ എന്താണ്? ഒമേഗ ടി പ്ലസ് 5, വിച്ച് ഈസ് സെയിം ആസ് എക്സ് ഓഫ് ടി. അതായത് a സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന സിഗ്നല് ഒരു പീരിയോഡിക് സിഗ്നൽ ആണ്. സിമിലർലി നമുക്ക് പറയാം, a കോസ് ഒമേഗ ടി പ്ലസ് 5 ഈസ് ഓൾസോ പീരിയോഡിക്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഈ ഫോമിൽ വരുന്ന സിഗ്നൽസ് എല്ലാം പീരിയോഡിക് ആണ്. a സൈൻ ഒമേഗ ടി പ്ലസ് 5, a കോസ് ഒമേഗ ടി പ്ലസ് 5, ഇങ്ങനെ വരുന്ന ആ സിഗ്നൽസ് ഒക്കെ പീരിയോഡിക് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് ക്ലിയർ ആവും. ഇനി ഒരു കാര്യം കൂടെ, മറ്റൊരു സിഗ്നൽ, മൂന്നാമത്തെ ഒരു സിഗ്നലും ഉണ്ട്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a e raised to j omega t. ഇത് ഒരു
കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. ഞാൻ ഇവിടെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. എക്സ് ഓഫ് ടി പ്ലസ് ടി പ്രൂവ് ചെയ്യാൻ പോവാണ്. എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ടി പ്ലസ് ടി. ഞാനിത് ഇതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കണ്ട. ഞാൻ ഇത് ഒന്ന് പ്രൂവ് ചെയ്തതിന്റെ കാര്യം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു ജെ ഒമേഗ ടി. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ ഈ ഒമേഗ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 2π ആണ്. സോ എ ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു ജെ 2π എന്ന് എഴുതാം. Then this is equal to a e raised to j omega t. കാരണം e raised to j 2π 1 ആണ്. കാരണം e raised to j theta എന്ന് പറഞ്ഞാൽ cos theta plus j sin theta ആണ്. ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാമല്ലോ. സോ ഇതിനകത്ത് e raised to j 2π എന്ന് പറയുമ്പോൾ എന്ത് വരും? e raised to j 2π എന്ന് പറയുന്നത് cos 2π plus j sin 2π. ഈ cos 2π എന്ന് പറയുന്നത് 1 ആണ്. j sin 2π എന്ന് പറയുന്നത് ഇത് ഈ കമ്പോണന്റ് 0 ആണ്. സോ നമ്മുടെ ആൻസർ 1 ആണ്. സോ അതാണ് ഞാൻ e raised to j 2π 1 കൊടുക്കും. അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് എനിക്ക് എക്സ് ഓഫ് ടി എന്ന് തന്നെ കിട്ടും. ഇത് e raised to j omega t. സോ e raised to j omega t e raised to j 2π എന്ന് കൊടുത്തു. ഈ ടേം 1 ആണ്. സോ നമ്മുടെ ആൻസർ എക്സ് ഓഫ്. സോ ദിസ് ഇസ് സെയിം ആസ് എക്സ് ഓഫ് ടി. സോ പീരിയോഡിക്. അപ്പൊ ഈ 3 സിഗ്നൽസ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന 3 സിഗ്നൽ, അതായത് എ രണ്ടാമത്തെ സിഗ്നൽ ഇതാണ്, എ കോസ് ഒമേഗ ടി പ്ലസ് 5, എ സൈൻ ഒമേഗ ടി പ്ലസ് 5, ദെൻ മൂന്നാമത്തെ എ ഇ റേസ് ടു ജെ ഒമേഗ ടി. ഈ ഫോമിൽ വരുന്ന സിഗ്നൽസ് ഒക്കെ നമുക്ക് പീരിയോഡിക് ആണെന്ന് പറയാം. ഡിസ്ക്രീറ്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്, ഞാനത് സെപ്പറേറ്റ് പറയാം. അപ്പം ഇതാണ് നമ്മുടെ പീരിയോഡിക്. ഒരു സിഗ്നൽ പീരിയോഡിക് ആവാൻ വേണ്ടുന്ന കണ്ടീഷനോടെ പറഞ്ഞു. എ സിഗ്നൽ ഈസ് സെഡ് ടു ബി പീരിയോഡിക് ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി. അത് പീരിയോഡിക് ആണെങ്കിൽ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അത് ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ ആണ്. അങ്ങനെ 3 സിഗ്നൽസ് പീരിയോഡിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെ നമ്മൾ ഒരു സിഗ്നലിന്റെ പീരിയോഡിക് കണ്ടീഷൻ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ പീരീഡ് എങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ പീരീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഒന്ന് ഫണ്ടമെന്റൽ പീരീഡ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. 2 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരു സിഗ്നലിന്റെ പീരിയോഡിക് ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രം ഫണ്ടമെന്റൽ പീരീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവും. അതായത് ഇപ്പൊ ഒന്നിൽ കൂടുതൽ നമുക്കിപ്പോ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിനകത്ത് ഒന്നിൽ കൂടുതൽ കമ്പോണന്റ് വരും. x1 ഓഫ് ടി പ്ലസ് x2 ഓഫ് ടി, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കമ്പോണന്റ് വരുമ്പോൾ ഈ ഓരോ സിഗ്നലും ചിലപ്പോൾ പീരിയോഡിക് ആയിരിക്കും. ഇതിന്റെ ടൈം പീരീഡ് ഞാൻ T1, ഇതിന്റെ ടൈം പീരീഡ് T2, അടുത്ത സിഗ്നലിന്റെ ടൈം പീരീഡ് T3. ഇങ്ങനെ ആ ഓരോന്നിന്റെയും ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യും. അതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇതിന്റെ റേഷ്യോ എടുക്കും. T1 ബൈ T2, T2 ബൈ T3, T3 ബൈ T4, അങ്ങനെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന കമ്പോണൻസിന്റെ ഒക്കെ റേഷ്യോ എടുക്കും. ഇതെല്ലാം ഒരു റാഷണൽ നമ്പർ ആയിരിക്കണം. അതാണ് സ്റ്റെപ്പ് 3. ആ T1 ബൈ T2 പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഞാനിപ്പോ സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യം നമ്മൾ ഓരോ കമ്പോണൻസിന്റെ ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യും. ദെൻ അതിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കും. അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള T1 ബൈ T2, T2 ബൈ T3, T3 ബൈ T4, അങ്ങനെ എല്ലാ കോമ്പിനേഷൻസിന്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ അതെല്ലാം റാഷണൽ നമ്പർ ആയിരിക്കണം. റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം അത് പീരിയോഡിക് ആണ്, അല്ലെങ്കിൽ അത് അപീരിയോഡിക് ആണ്. ഇനി പീരിയോഡിക് ആണെങ്കിൽ അതിനൊരു ടൈം പീരീഡ് കാണും. ആ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ഓഫ് T1, T2, T3 ബൈ GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ഡിനോമിനേറ്റേഴ്സ് T1, T2, T3. ഇതാണ് ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ മെത്തേഡ്. നമുക്കിപ്പോൾ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാം, അത് നമുക്കറിയാം. ജസ്റ്റ് 2π ബൈ ഒമേഗ ഉപയോഗിച്ചാൽ മതി. ഇത് ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് നമുക്ക് ക്വസ്റ്റിനിൽ കാണും. അതിനകത്ത് നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ മെത്തേഡ് 1 എന്ന് പറയുന്നത്. അപ്പൊ അത് T1, T2, T3 വെച്ചിട്ട് നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുക. LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് T1, T2, T3 എത്ര ഉണ്ടോ അത്രയും. Then GCD ഓഫ് ഡിനോമിനേറ്റേഴ്സ്
T1, T2, T3. സോ ഇതാണ് T0 കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. രണ്ട് മെത്തേഡും പറയാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസീസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതേപോലെ എക്സ് ഓഫ് ടിക്ക് കുറെ കമ്പോണൻസ് കാണും. x1 പ്ലസ് x2 ഓരോന്നിനകത്ത് നിന്ന് നമുക്ക് ω1, ഇതിനകത്ത് നിന്ന് എനിക്ക് ω1 കണ്ടുപിടിക്കാം, ഇതിനകത്ത് എനിക്ക് ω2 കണ്ടുപിടിക്കാം. അത് നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്യും. എന്നിട്ട് അതിന്റെ റേഷ്യോ എടുത്ത് നോക്കും. അപ്പൊ അത് റാഷണൽ ആണെങ്കിൽ എനിക്ക് പറയാം ദാറ്റ് ഈസ് പീരിയോഡിക്. ദെൻ നമ്മൾ ω0 കണ്ടുപിടിക്കും. നേരത്തെ T0 കണ്ടുപിടിച്ച പോലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കുന്നത് നേരെ തിരിച്ചാണ്. LCM അല്ലാതെ GCD ഓഫ് ന്യൂമറേറ്റേഴ്സ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ്. എന്നിട്ട് ω0 കിട്ടത്തോളും T0 കണ്ടുപിടിക്കണം 2π/ω. സോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അല്ലാതെ ചില മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ ഇതായിരിക്കാം കുറച്ചും കൂടി എളുപ്പം. കാരണം ഏത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് മെത്തേഡ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് അതിന്റെ ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഈ സിഗ്നല് ഇതിനകത്ത് ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞേക്കുവാണ്. അതായത് ഈ സിഗ്നൽ പീരിയോഡിക് ആണെന്ന് അവര് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് പീരിയോഡിക് ആണെന്നൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പൊ ഈ സിഗ്നലിനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഈ കമ്പോണന്റ്, ഒന്ന് ഈ കമ്പോണന്റ്. ഈ സൈൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിന് x1 എന്ന് കൊടുക്കുവാണ്, ഇത് x2. എനിക്കറിയാം, നേരത്തെ ഓൾറെഡി പറഞ്ഞു A sin ωt ഫോമിൽ വരുന്നതെല്ലാം പീരിയോഡിക് ആണ്. സോ x1 എന്താണ്? x1 ഈസ് പീരിയോഡിക് എന്ന് നമുക്കറിയാം. വിത്ത് പീരീഡ്, അതിനൊരു പീരീഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. മെത്തേഡ് 1 വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ T1, T2 അതെല്ലാം ഡിറ്റർമിൻ ചെയ്യും. സോ x1 പീരിയോഡിക് ആണ്. വിത്ത് പീരീഡ് എത്രയാണ്? T1. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചിരുന്നാൽ മതി. ഇത് രണ്ടും പറയാം. T1 എന്ന് പറയുന്നത് എന്താണ്? 2π/ω1 ആണ്. ഇത് A sin ωt. ഇവിടെ ω എന്ന് പറയുന്നത് 5π/2 ആണ്. അപ്പോ അതിൽ നിന്ന് T1 കണ്ടുപിടിക്കുക. സോ T1 എത്ര വരും? 2π/ω1 എന്ന് പറയുന്നത് 5π/2 ആണ്. സോ നമുക്ക് എത്ര വരും? അത് 4/5 എന്ന് വരത്തില്ലേ? 4/5 ആണ് നമ്മുടെ T1 എന്ന് പറയുന്നത്. ഓക്കെ, ശരിയല്ലേ? 2π/ω1 4/5 വരത്തില്ലേ? സോ T1 കണ്ടുപിടിച്ചു. ദെൻ x2 എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. കാരണം അതും A sin cos ωt പ്ലസ് ഫേസ് ഷിഫ്റ്റ് തന്നാലും ഇല്ലെങ്കിലും പീരിയോഡിക് ആണ്. സോ ദിസ് ഇസ് പീരിയോഡിക്. വിത്ത് അതിന്റെ ടൈം പീരീഡ് T2 ആണ്. സോ അത് ഞാൻ കണ്ടുപിടിക്കുവാണ്. 2π/ω2. ഇവിടുത്തെ ω എത്രയാണ്? 2π/3 ആണ്. സോ 2π/3. അതെനിക്ക് എത്ര എന്ന് കിട്ടും? 3 എന്ന് കിട്ടും. 2π ക്യാൻസൽ, 3 വരും. അപ്പൊ എനിക്ക് രണ്ട് സിഗ്നലിന്റെയും ടൈം പീരീഡ് T1, T2 കിട്ടി. അടുത്ത ഞാൻ ചെക്ക് ചെയ്യേണ്ടത് T1/T2 ചെക്ക് ചെയ്യണം. അതെനിക്ക് എത്ര വരും? 4/5 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 4/15 ആണ്. ഇതൊരു റാഷണൽ നമ്പർ ആണ്. ഇത് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം റാഷണൽ നമ്പർ അല്ലാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ടും ഒക്കെ വരുവാണെങ്കിൽ ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ റൂട്ടോ അല്ലെങ്കിൽ പൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് റാഷണൽ ആണ്. അപ്പൊ ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. സോ നമുക്ക് പറയാം x ഓഫ് t പീരിയോഡിക് ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് തന്നു കഴിഞ്ഞാൽ ഈ വഴിയേ ഉള്ളൂ നമ്മൾ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാൻ. അതിന്റെ റാഷണൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ അത് പീരിയോഡിക് ആണ്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് അതിന്റെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ്. സോ നമുക്കറിയാം T0, ഈ മെത്തേഡ് 1 വെച്ചിട്ടാണെങ്കിൽ T0 കണ്ടുപിടിക്കുന്നത് LCM ഓഫ് നമ്മുടെ T1, T2. T1, T2 ന്യൂമറേറ്റേഴ്സ്. അപ്പൊ T1 ന്യൂമറേറ്റർ എത്രയാണ്? 4 ആണ്. T2 3 ആണ്. അതായത് 4-ന്റെയും 3-യുടെയും കൂടെ LCM. ന്യൂമറേറ്റേഴ്സ് ആണ് കേട്ടോ. ഇക്വേഷൻ നോക്കുക.
LCM of numerators of T1 and T2 by GCD of നമ്മുടെ denominators of T1 and T2. അതായത് T1 ന്റെ ഡിനോമിനേറ്റർ 5 ആണ്, T2 ന്റെ ഡിനോമിനേറ്റർ 3/1 ആണ്. അപ്പൊ 1. അപ്പൊ 4ന്റെയും 3യുടെയും ന്യൂമറേറ്റേഴ്സിന്റെ LCM, ഡിനോമിനേറ്റർ 5ഉം 1ഉം ആണ്, അതിന്റെ GCD, ലേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. 4ഉം 3യുടെയും കൂടെ LCM നമുക്കറിയാം 12 ആണ്. ദെൻ 5നും 1നും ഉള്ള കോമൺ ഡിവൈസർ, ലേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ്. വേറൊന്നും വെച്ചിട്ട് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റില്ല. രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 1 ആണ്. സോ അപ്പൊ ഇവിടെ എനിക്ക് ആൻസർ എത്ര വരും? 12 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് T0 കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഞാൻ അടുത്ത മെത്തേഡ് പറയാം. മെത്തേഡ് 2 എന്ന് പറയുന്നത് നമ്മൾ ω0 വെച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ω1 കണ്ടുപിടിക്കുക. ω1 ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് എഴുതാം 5/2 ആണ്. ω2 നമുക്ക് എഴുതാം 2π/3 ആണ്. ഇനി ω1/ω2 കണ്ടുപിടിക്കുക. ഇതിന്റെ റേഷ്യോ 5π/2/2π/3. സോ ആ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? പൈയും പൈയും ഒക്കെ ക്യാൻസൽ ആവും. സോ എനിക്ക് ω1/15/4 എന്ന് കിട്ടും. ഇതിന്റെ ഡിവൈഡ് ചെയ്താൽ മതി. 5 പൈയും 3 മുകളിൽ പോകും, 15/4 എന്ന് വരും. സോ ω1/ω2 അഗെയിൻ റാഷണൽ ആണ്. സോ നമുക്ക് പറയാം ദിസ് ഇസ് പീരിയോഡിക്. ഏത് പീരിയോഡിക്ക്? നമ്മുടെ x of t പീരിയോഡിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ω0 കണ്ടുപിടിക്കുക. നേരത്തെ T0 കണ്ടുപിടിച്ച പോലെ ω0 കണ്ടുപിടിക്കുക. ആ സമയത്ത് നമ്മൾ GCD എക്സ്പ്രഷൻ ഒന്ന് തിരിഞ്ഞു വരും. GCD ഓഫ് ന്യൂമറേറ്റേഴ്സ് ഓഫ് ω1 ആൻഡ് ω2. ന്യൂമറേറ്റർ എത്രയാണ്? 5π ആണ്. അതേപോലെ ω2ന്റെ ന്യൂമറേറ്റർ 2π ആണ്. ബൈ LCM ഓഫ് 2 ആൻഡ് 3. അപ്പൊ നമുക്ക് ഈ 5πയിലും 2πയിലും ഉള്ള ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് പൈ ആണ്. രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഡിവൈസർ പൈ ആണ്. സോ എനിക്ക് പൈ വരും ω0 ന്യൂമറേറ്ററിൽ. LCM 2/3 കൂടെ 6 ആണ്. അപ്പൊ എനിക്ക് π/6 ആണ് കിട്ടുന്നത്. ദെൻ ω0 അല്ല ചോദിച്ചിരിക്കുന്നത്, T0 ആണ്. സോ 2π/ω0 ചെയ്യുക. ദാറ്റ് ഈസ് 2π/π/6. എത്ര കിട്ടും? നമുക്ക് 12 എന്ന് തന്നെ കിട്ടും. അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതൊന്ന് പറഞ്ഞുതരൂ ഒന്നുകൂടി. ഏത് GCD of 5π. അത് ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ? മെത്തേഡ് 2ന് വേണ്ട ω0 കണ്ടുപിടിക്കാൻ ഫോർമുല പറഞ്ഞു. മെത്തേഡ് 1ന് T0 ഡയറക്റ്റ് കണ്ടുപിടിക്കാം. T1 T2 T3യുടെ LCM ഓഫ് ന്യൂമറേറ്റർ, അടുത്ത GCD ഓഫ് ഡിനോമിനേറ്റേഴ്സ്. ഇവിടെ വരുമ്പോൾ GCD of numerators of ω1, ω2, ω3, etc. by LCM of denominators of ω1, ω2, ω3. Just GCD LCM ഒന്ന് മാറും. ω1ന്റെയും ω2ന്റെയും അതാണ് രണ്ട് മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ വരുമ്പോ നോക്കി ω0 എന്താണ്? GCD ഓഫ് ω1, ω2 ന്യൂമറേറ്റർ. ω1ന്റെ ന്യൂമറേറ്റർ 5π, ω2ന്റെ ന്യൂമറേറ്റർ 2π. അതുകൊണ്ടാണ് ഞാൻ GCD ഓഫ് 5π, 2π എഴുതുന്നത്. Then LCM of denominator of ω1 and ω2. ഡിനോമിനേറ്റർ നോക്കി 2ഉം 3ഉം അല്ലേ? അപ്പൊ 2ഉം 3ഉം ആണ് LCM എടുക്കേണ്ടത്. ഡിനോമിനേറ്റർ വാല്യൂ ω1ന്റെ ω2ന്റെ. ഇനി 5πയിലും 2πയിലും ഉള്ള കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് പൈ ആണ്. സോ എനിക്ക് പൈ എഴുതും. GCD ഡിറ്റർമിൻ ചെയ്യാം. പൈ ആണ്. LCM ഓഫ് 2ഉം 3ഉം കൂടെ എത്രയാണ്? 6 ആണ്. അപ്പൊ എനിക്ക് π/6 കിട്ടും. T0 എക്സ്പ്രഷൻ 2π/ω0 ആണ്. അപ്പോൾ 2π/ω0 π/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12 കിട്ടും. മനസ്സിലായോ? ഹലോ, അപ്പൊ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഈ എക്സ്പ്രഷൻസ് രണ്ടും ഒന്ന് നോട്ട് ചെയ്തായിട്ട് മെത്തേഡ് 1 ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അത് വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാം. കാരണം 3 ഫംഗ്ഷൻ ഒക്കെ വരുന്നത് കൊണ്ടാണ്. ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ, ഇപ്പൊ ആദ്യത്തെ കമ്പോണന്റ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുന്നത് പീരിയോഡിക് ആണ്. അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ T1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും അതിന്റെ ടൈം പീരീഡ്. ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വരുമ്പോഴാണ് ഇത് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ഒക്കെ എടുക്കേണ്ടത്. പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഒരു രണ്ട് സിഗ്നലും ഇൻഡിവിജ്വലി അത് പീരിയോഡിക് ആണെങ്കിലും
അതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇറാഷണൽ കിട്ടും. അതായത് മൊത്തത്തിൽ എക്സ് ഓഫ് ടി അപ്പീരിയോഡിക് ആവും. അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇത് നോക്കാം. ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത് x1 ഓഫ് ടി, ഇത് x2 ഓഫ് ടി. x1 ഓഫ് ടിയുടെ ടൈം പീരീഡ് എന്ന് പറയാമോ? x1 ഓഫ് ടി പീരിയോഡിക് ആണ്. ഇതിന്റെ ടൈം പീരീഡ് t1. എത്ര വരും t1? 2π ബൈ ഇവിടുത്തെ ഒമേഗ എത്രയാണ്? ω1 എത്രയാണ്? 2π ബൈ ω1 ആണ്. എത്ര വരും ω1? √2 a sin ഒമേഗ ടി. ഈ ഫോം പഠിച്ചു വെച്ചിരുന്നാൽ മതി. a sin ഒമേഗ ടി പ്ലസ് തീറ്റ. ഓക്കെ, ഒമേഗ √2 കമ്പയർ ചെയ്താൽ മതി. അപ്പൊ ω1 √2 ആണ്. then 2π ബൈ √2 എന്ന് കിട്ടും. രണ്ടാമത്തിനകത്തുനിന്ന് x2 ഓഫ് ടി ഈസ് ഓൾസോ പീരിയോഡിക്. അത് സൈൻ വേവ് ആയതുകൊണ്ട് നമുക്ക്, കോസൈൻ വേവ് ആയതുകൊണ്ട് നമുക്ക് പീരിയോഡിക് എന്ന് വിളിക്കാം. അതിന്റെ ടൈം പീരീഡ് t2 ആണ്. സോ 2π ബൈ ω2 എത്ര വരും? 2π ബൈ π/2. 5π ക്യാൻസൽ, 4 വരും. then t1 ബൈ t2 എത്ര വരും? 2π ബൈ 4√2 എന്ന് വരും. ഓക്കെ, ഇവിടെ 2 4 ക്യാൻസൽ ചെയ്യാം. 5/2√2. ഇത് ഒരിക്കലും റാഷണൽ ആവത്തില്ല. ദിസ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. കാരണം ആ റൂട്ട് കിടക്കുന്നത് കൊണ്ട് അതൊരു റാഷണൽ നമ്പർ ആണ്. പൈ ഉണ്ട്, ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. സോറി, പൈ ക്യാൻസൽ ആയി പോകും അല്ലേ? ഇല്ല, പൈയും ഇല്ല, പൈയും ഉണ്ട്. π/2 ക്യാൻസൽ ആയിട്ടില്ല, പൈ ഉണ്ട്. സോ പൈയും റൂട്ടും ഒക്കെ കിടക്കുന്നുണ്ട്. എന്താണ്? ഇറാഷണൽ ആണ്. സോ ദിസ് ഈസ് പീരിയോഡിക് സിഗ്നൽ. ഒരിക്കലും ഇത് പീരിയോഡിക് അല്ല, അപീരിയോഡിക് ആണ്. സോ ഇതിനൊരു പീരീഡ് ഇല്ല. ഇതിന്റെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു അപീരിയോഡിക് സിഗ്നൽ ആണ്. മനസ്സിലായോ? ഈ റാഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് പൈ, റൂട്ട്, ഈ സാധനങ്ങൾ ഏതെങ്കിലും ഒക്കെ വന്നാൽ മതി, അത് റാഷണൽ ആണ്. ഇതൊരിക്കലും ഒരു റാഷണൽ നമ്പർ വരത്തില്ല. റാഷണൽ നമ്പർ വന്നില്ലെങ്കിൽ നമുക്ക് നോക്കി, x1 ഓഫ് ടി പീരിയോഡിക് ആണ്, x2 ഓഫ് ടി പീരിയോഡിക് ആണ്, പക്ഷെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് അപീരിയോഡിക് ആണ്. കാരണം ഈ റേഷ്യോ ഇറാഷണൽ വന്നതുകൊണ്ട് എക്സ് ഓഫ് ടി അപീരിയോഡിക് ആയി. അത് ഇൻഡിവിജ്വലി അപീരിയോഡിക് ആണെങ്കിൽ മൊത്തത്തെ സിഗ്നൽ അപീരിയോഡിക് ആവാം. അതിനാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ കാണാം. ഇത് പീരിയോഡിക് ആണോ അപീരിയോഡിക് ആണോ? പീരിയോഡിക് ആണ്. ഇല്ല, ഇത് ഒരിക്കലും വരത്തില്ല. കാരണം നിങ്ങൾ ഇത് 2-3 എക്സാമ്പിൾ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ നോക്കി, ഇവിടെ ഇപ്പൊ നിങ്ങൾ ഒമേഗ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷനകത്ത് ω1 ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുവാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് π ആണ്. ω2 എന്ന് പറയുന്നത് π ആണ്. കാരണം a സൈൻ ω1t, ω1t. ദെൻ അടുത്ത് നോക്കി, a കോസ് ω t, ഒമേഗ ഇവിടെ π ആണ്. അപ്പൊ 1ഉം πയും നമ്മൾ ഇതിന്റെ റേഷ്യോ ഒക്കെ എടുത്താൽ π ഇവിടെ കിടക്കും. അപ്പൊ ഒരിക്കലും അത് റാഷണൽ കിട്ടത്തില്ല, π ഇവിടെ കിടക്കുന്നു. പറഞ്ഞു മനസ്സിലായി? അപ്പൊ പെട്ടെന്ന് നമുക്ക് പറയാം, ദിസ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സോ ദിസ് ഈസ് അപീരിയോഡിക്. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ഈ പീരിയോഡിക്കിന്റെ അപീരിയോഡിക്കിന്റെ ഒക്കെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കുറെ പ്രോബ്ലംസ് കിട്ടും. അത് നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ അത് പീരിയോഡിക് ആണോ അപീരിയോഡിക് ആണോ എന്ന് 1-2 ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ സ്റ്റെപ്പുകളും ഒന്നും എഴുതി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 1-2 അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇത് തന്നെ ഞാൻ ഓക്കെ, ഒരിടത്ത് റൂട്ട് കിടക്കുന്നു, ഒരിടത്ത് π/2 കിടക്കുന്നു. ആ ω1/ω2 എടുത്താൽ മതി. ω1/ω2 എടുക്കുമ്പോൾ ഒരിക്കലും അവിടെ ക്യാൻസൽ ആയി പോകുന്നില്ല, പൈയും റൂട്ടും ഒന്നും, അത് അവിടെ കിടക്കും. സോ ദാറ്റ് ഈസ് ഇറാഷണൽ. അപ്പൊ എങ്ങനെ ഇറാഷണൽ വരുന്നത് നമുക്ക് പെട്ടെന്ന്. പക്ഷെ ഈ പ്രോബ്ലത്തിൽ അങ്ങനെയല്ല. ഇവിടെ 5π/2ഉം 2π/3 ആണ്. ആ റേഷ്യോ എടുക്കുമ്പോൾ പൈയും എല്ലാം പോകും. വരുന്നതൊക്കെ എന്താണ്? ഇന്റീജർ വാല്യൂസ് ആണ്. അപ്പൊ അത് റാഷണൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ √2 π ഒക്കെ വരുന്നത് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ω1/ω2 മാത്രം എഴുതിയാൽ മതി. അപ്പോഴേ നമുക്ക് പീരിയോഡിക് ആണെങ്കിലാണ് ഈ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നതിന് ഈ സ്റ്റെപ്സ് ഒക്കെ വരുന്നത്. പീരിയോഡിക് ആണെങ്കിൽ പിന്നെ ടൈം പീരീഡ് ഇല്ലല്ലോ. അപ്പൊ അപീരിയോഡിക് ആയിട്ടുള്ള സിഗ്നലിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പൊ അതിന് 1-2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, ഈസി ആയിട്ട് പറ്റും. സാറേ ഇപ്പൊ സെക്കൻഡ് മെത്തേഡ് അല്ല സാറേ, ഇപ്പൊ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതെ, പക്ഷെ അതിനകത്ത് ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പീരിയോഡിക് അപീരിയോഡിക്കിന് ചിലപ്പോൾ സെക്കൻഡ് മെത്തേഡ് ആയിരിക്കും എളുപ്പം. ഓക്കെ, ഡയറക്റ്റ് ω1 തന്നെ. പക്ഷെ അതിന്റെ പീരീഡ് കണ്ടുപിടിക്കാൻ നേരത്തെ ഇവിടെയും ഇതുപോലെ GCD LCM ഒക്കെ എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും തിരിച്ച് T0 കണ്ടുപിടിക്കുകയും വേണം. കാരണം ആ കിട്ടുന്ന ω0 ആണ്, T0 ആയിരിക്കും ചോദിക്കുന്നത്. മെത്തേഡ് ഇപ്പൊ ഏതാണെങ്കിലും നിങ്ങൾക്ക് അതിന് കാര്യമില്ല. പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ
നമുക്ക് ഇപ്പൊ 2 or 3 സിഗ്നൽ വരുമ്പോഴാണ് ഇത്. 2 എണ്ണം വരുവാണെങ്കിൽ ഞാൻ അത് പറഞ്ഞില്ല, അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ഇപ്പൊ 2 സിഗ്നലേ ഉള്ളെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ പ്രോബ്ലം ഇവിടെ എനിക്ക് T1/T2 4/15 കിട്ടി. ഓക്കെ, ഞാനത് പറയാൻ ചെയ്ത് നിങ്ങൾ എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ ഒരു ഫോർമുല അങ്ങ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ ചെയ്തത്. അതായത് ഇവിടെ എനിക്ക് T1/T2 ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു മിനിമം വാല്യൂ കിട്ടുമല്ലോ 4/15. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എനിക്ക് ടൈം പീരീഡ് കിട്ടും. T is equal to 15T1 അല്ലെങ്കിൽ 4T2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15T1 അല്ലെങ്കിൽ 4T2. 15T1 എത്രയാണ്? 4/5 ആണ്. 15 into 4/5 അല്ലെങ്കിൽ 4T2 ചെയ്താൽ മതി. T2 എത്ര? 3 അല്ലേ? 4 into 3. ഇത് ഏത് ചെയ്താലും എനിക്ക് 12 കിട്ടുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ഇത് ഒരു മെത്തേഡ് ആണ്. 2 ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. 2, 3, 4 അങ്ങനെയുള്ള വരുമ്പോഴാണ് നമ്മൾ ഇക്വേഷനിലേക്ക് പോകുന്നത്. GCDയും LCM ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, വേറെയും ഒക്കെ ഉണ്ട്, ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണമെന്നില്ല. കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത് എല്ലായിടത്തും നിങ്ങൾ വരുമ്പോൾ അത് സ്റ്റക്ക് പോകും. അതിന് ഏറ്റവും നല്ലത് ആ ഒരു ഫോർമുലയൊന്നുമായിട്ട് തന്നെ പഠിച്ചു വെക്കണ്ട. LCM GCD ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒന്ന് പഠിക്കുക. അപ്പോൾ മെത്തേഡ് 2 ആണ് തെറ്റുമെങ്കിൽ അതൊന്ന് പഠിക്കുക. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രോബ്ലംസ് എടുത്തിട്ട് പെട്ടെന്ന് നോക്കിയാൽ മതി. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും സിഗ്നലിനെ നോക്കി അതെന്താണ്, പീരിയോഡിക് ആണോ അതാണ് ഇതിന്റെ ഒരു പ്രാക്ടീസ് കൊണ്ടുള്ള ഗുണം. അതാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. 1-2 സ്റ്റെപ്പ് ഒക്കെ എഴുതി തന്നെ നോക്കുക. രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത്തത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഡിസ്ക്രീറ്റിന്റെ 1-2 എക്സാമ്പിളോട് പറയാം. അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് പറയാഞ്ഞത്, സെപ്പറേറ്റ് പറയാം. അതായത് ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, ഇത് സ്റ്റെപ്പ് എഴുതുന്നില്ല ഞാൻ, ജസ്റ്റ് 1-2 സ്റ്റെപ്പ് ഒന്ന് എഴുതിയേക്കാം. അതായത് ഇവിടെ ω1 സെക്കൻഡ് മെത്തേഡ് വെച്ച് പറയുവാണെങ്കിൽ ω1 എത്രയാണ്? 1 ആണ്. ω2 എന്ന് പറയുന്നത് π ആണ്. സോ ω1/ω2 എനിക്ക് 1/π വരും. ദിസ് ഈസ് റാഷണൽ. സോ x of t is aperiodic. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ പീരിയോഡിക്കിന്റെ കണ്ടീഷൻ, ഡിസ്ക്രീറ്റിന്റെ കേസിൽ എ സിഗ്നൽ x of n is periodic if x of n is equal to x of n plus n. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? x of t is equal to x of t plus t ആണ്. ഇവിടെ ഞാനത് ലെറ്റേഴ്സ് മാറ്റി, എന്നും ക്യാപിറ്റൽ n മാറ്റി. അപ്പൊ ഇവിടുത്തെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ക്യാപിറ്റൽ n ആണ്. ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ n ആണ്. ഓക്കെ, അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് 2π/ω. നേരത്തെ t എന്ന് പറയുന്നത് ഞാൻ 2π/ω എന്ന് പറഞ്ഞു. ഇവിടെ ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്, ഒരു എമ്മും കൂടി വരും. ഓക്കെ, ഇതാണ് n കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യാൻ ഇത് മതി. ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കാൻ 2π/ω കൂടെ m കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അവിടെ m എന്ന് പറയുന്നത് m ഈസ് ലീസ്റ്റ് പോസിറ്റീവ് integer such that n is least positive integer. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ആ ഒരു സെന്റൻസിന്റെ ആ ഒരു മീനിങ് മനസ്സിലാവും. അതായത് നമ്മൾ എമ്മിന്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ആണ്. എമ്മിന് എനിക്ക് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4. അതായത് പോസിറ്റീവ് ഇന്റിജേഴ്സ് കൊടുക്കണം. അങ്ങനെ എമ്മിന് ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജേഴ്സ് കൊടുക്കുമ്പോൾ എന്നിന്റെ വാല്യൂ, അത് ഒമേഗയായിട്ട് കട്ട് ചെയ്ത്
നമുക്ക് എന്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ കിട്ടുന്ന രീതിയിൽ എന്ന് ചൂസ് ചെയ്യണം. അതാണ് ഈ ഡിസ്ക്രീറ്റിന്റെ ഒരു പ്രത്യേകത നമ്മുടെ പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഞാനൊരു സിഗ്നൽ തരുവാണ്. ആദ്യം നമുക്കൊരു സിംഗിൾ സിഗ്നലിൽ തുടങ്ങാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സൈൻ 0.02 പൈ ഇൻറ്റു എൻ. ഇത് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് എ സൈൻ ഒമേഗ എൻ ഫോമിലാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ പറയുന്നത് പീരിയോഡിക് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ ചെയ്യത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ടൈം പീരീഡ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ഡയറക്ട്ലി നമുക്ക് ഇത് പീരിയോഡിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ ഇത് ഒരു സിംഗിൾ ഫംഗ്ഷൻ ആണ്, ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. ഞാൻ പക്ഷെ ടൈം പീരീഡ് ചെക്ക് ചെയ്യും. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2π/ω ഇൻറ്റു എം ആണ്. അപ്പൊ ഇവിടുത്തെ ഒമേഗ എത്രയാണ് എന്ന് പറയാമോ? തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഒമേഗ എത്രയാണ്? 0.02π. അതെ, അപ്പൊ ഞാൻ ഇവിടെ 0.02π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇൻറ്റു എം. അപ്പൊ എനിക്ക് ഇത് ക്യാൻസൽ ആക്കാം, പൈ ക്യാൻസൽ ആക്കാം. എനിക്ക് 2/0.02 എന്ന് പറയുമ്പോൾ എനിക്ക് 100 ഉണ്ട്. ഓക്കെ, 2 ക്യാൻസൽ ചെയ്ത് 0.02 വരുന്നുണ്ട്. 10⁻², ഓൾ കോമൺ 10⁻², 100 ആവും. ഓക്കെ, 100 m എന്ന് വരും. അപ്പൊ എനിക്ക് n ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ ഞാൻ എന്നിന് വാല്യൂസ് ചൂസ് ചെയ്യും. ഞാൻ ഗസ് ചെയ്യണം m is equal to 1. ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്ന വാല്യൂ 1 ആണ്. അപ്പൊ എനിക്ക് n കിട്ടി. n എത്രയാണ്? 100. m 2 കിട്ടിയാൽ എനിക്ക് 200 കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറയുമ്പോൾ 100 തന്നെയാണ്. അപ്പൊ എനിക്ക് എന്നിന്റെ വാല്യൂ എത്ര കിട്ടി? 100 കിട്ടി. അപ്പൊ എനിക്ക് എന്നിന് ഒരു പോസിറ്റീവ് ഇൻഡിജർ കിട്ടി എന്ന് വെച്ചാൽ എന്റെ എക്സ് ഓഫ് എൻ പീരിയോഡിക് ആണ്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 100. സോ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ പീരിയോഡിക് എന്ന് കയറി പറയാൻ പറ്റില്ല. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. സിമിലർ സിഗ്നൽ ആണ്. സൈൻ, അല്ലെങ്കിൽ നമുക്ക് കോസ് എടുക്കാം. കോസ് 4n. ഇവിടെ n എത്ര വരും? 2π/ω ഇൻറ്റു n. ദാറ്റ് ഈസ് 2π/ω എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് ഇൻറ്റു n. ഇവിടെ എനിക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? ഒമേഗ 4 ആണ്, പൈ ഒന്നും വരുന്നില്ല. സോ ഞാൻ ഇവിടെ ഒമേഗയ്ക്ക് 4 കൊടുത്തു. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തു. എനിക്ക് π/2 നമ്മൾ മാക്സിമം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്യണം. എനിക്ക് π/2 n എന്നാണ് കിട്ടിയത് ഇൻറ്റു n. സോറി, അപ്പൊ n ഈസ് ഈക്വൽ ടു π/2 n. അപ്പൊ നമ്മൾ എന്നിന് ഏത് ഇൻഡിജർ കൊടുത്താലോ, അതായത് ഞാൻ എമ്മിന് 1 കൊടുക്കും. എമ്മിന് 1 കൊടുക്കുമ്പോൾ എനിക്ക് π/2 കിട്ടുന്നത്. 2 കൊടുത്താലോ 2 ക്യാൻസൽ ചെയ്ത് എനിക്ക് പൈ കിട്ടുന്നത്. ഈ പൈ ഇവിടെ നിൽക്കുന്നത് കാരണം ഒരിക്കലും എന്നിന് ഒരു പോസിറ്റീവ് ഇൻഡിജർ കിട്ടത്തില്ല. സോ എനിക്ക് പറയാം n ഈസ് നോട്ട് ഈക്വൽ ടു എ പോസിറ്റീവ് ഇൻഡിജർ. ഒരിക്കലും ഇതിനൊരു പോസിറ്റീവ് ഇൻഡിജർ കിട്ടത്തില്ല. എന്നിന് ഏത് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും ഇവിടെ പൈ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്നൊരു പോസിറ്റീവ് ഇൻഡിജർ കിട്ടത്തില്ല. സോ therefore എനിക്ക് പറയാം therefore x of n is ഒരു അപ്പീരിയോഡിക് സിഗ്നൽ ആണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യമേ അങ്ങ് ടൈം പീരീഡ് ചെക്ക് ചെയ്യുകയാണ്. ടൈം പീരീഡ് ചെക്ക് ചെയ്ത് അതിന് ടൈം പീരീഡ് ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ടാണ് ഞാൻ പീരിയോഡിക് ആണോ അപ്പീരിയോഡിക് ആണോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ എ കോസ് തീറ്റ ഫോമിലാണ് കോസ് പീരിയോഡിക് എന്ന് വിളിക്കാം. പക്ഷെ ഇത് പീരിയോഡിക് അല്ല. കാരണം ഇത് എന്താണ്, ഒരു പോസിറ്റീവ് ഇൻഡിജർ കിട്ടാത്തത് കൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് ആൻ അപ്പീരിയോഡിക് സിഗ്നൽ. അപ്പോ ഇതാണ്. ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സിഗ്നൽസ് വരാം. ഓക്കെ, അതിനകത്ത് ഞാനിപ്പോ അതൊരു എക്സ്പോണൻഷ്യൽ എടുക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പോണൻഷ്യലും കൂടെ ഇതാവും. അതായത് 3e⁻⁻3n പ്ലസ് 2e⁻⁻j2n. ഇവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അത് n കണ്ടുപിടിക്കും. n എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ ഞാൻ ഒരു പൈയും കൂടെ ഇടുവാണ്. ഓക്കെ, 3π പീരിയോഡിക് സിഗ്നൽ എടുക്കാം. 3πn 2πn. അപ്പൊ ഞാൻ n1 കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, ആദ്യത്തെ സിഗ്നൽ വെച്ചിട്ട് n1 കണ്ടുപിടിക്കാൻ പോവാം. സോ 2π/n1
ഒമേഗ 1 എന്ന് പറയുന്നത് 3π ആണ്. 3π ഇൻറ്റു എം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് വെച്ചിട്ട് ഞാൻ ഒമേഗ 1 കൊടുത്തു 3π ഇൻറ്റു എം വരുമല്ലോ. ദെൻ അത് എത്ര വരും? 5π ക്യാൻസൽ ചെയ്താൽ 2/3 എം എന്ന് വരും. n1. അപ്പൊ ഞാനിവിടെ എമ്മിന് വാല്യൂ കൊടുക്കാൻ പോവാണ്. ഫോർ എം ഈസ് ഈക്വൽ ടു 1. 1 കൊടുക്കുമ്പോൾ എനിക്ക് 2/3 കിട്ടുന്നു, അത് ഇൻറ്റീജർ അല്ല. 2 കൊടുക്കുമ്പോഴോ എനിക്ക് 4/3 കിട്ടും, അത് ഇൻറ്റീജർ അല്ല. പക്ഷെ എമ്മിന് 3 കൊടുത്ത് നോക്കി, അപ്പൊ എനിക്ക് n1 കിട്ടുന്നത് 2/3 ഇൻറ്റു 3. 3 ക്യാൻസൽ ആകുമ്പോൾ n1 2 കിട്ടും. n1 2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. അപ്പൊ എമ്മിന്റെ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ 3 ആണ്. അത് കൊടുക്കുമ്പോൾ എനിക്ക് n1 എന്ന് പറയുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ 2 കിട്ടും. ബാക്കിയൊക്കെ ഫ്രാക്ഷൻ ആണ്, അതൊന്നും ഇൻറ്റീജർ അല്ല. അപ്പൊ എനിക്ക് 3 കൊടുക്കുമ്പോഴാണ് എനിക്ക് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ n1 കിട്ടുന്നത്, 2 ആണ്. സിമിലർലി നമ്മൾ n2 കണ്ടുപിടിക്കും. n2 എന്താണ്? 2π ബൈ ഒമേഗ, അവിടുത്തെ 2π ആണ്. ഈ ഒരു സിഗ്നൽ നോക്കുവാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 2π ആണ്. ഒമേഗ 2 ഇൻറ്റു എം വരും. സോ ഇവിടെ 2π ക്യാൻസൽ ആവും, 1m എന്നാണ് വരുന്നത്. എനിക്ക് വെറും m എന്നാണ് വരുന്നത്. അപ്പൊ എമ്മിന് ഏത് വാല്യൂ കൊടുക്കും? 1 കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് n2 എത്ര വന്നു? 1. അപ്പൊ എനിക്ക് n1 2 കിട്ടി, n2 1 കിട്ടി. അപ്പൊ ഞാൻ n1 ബൈ n2 ചെക്ക് ചെയ്യും. 2/1 റാഷണൽ ആണ്. സോ ദിസ് ഇസ് പീരിയോഡിക്. പീരിയോഡിക് ആണെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് നേരത്തെ സ്റ്റെപ്പ് വെച്ച് അതേപോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നിങ്ങൾ T1 T2 കേസ് പറഞ്ഞ പോലെ തന്നെ GCDയും LCM വെച്ചിട്ട് നമുക്ക് പീരീഡും കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനകത്തുള്ള വ്യത്യാസം വരുന്നത് ഇതാണ്. നമ്മൾ ആദ്യമേ അന്ന് ടൈം പീരീഡ് വാല്യൂ ഒന്ന് ഡിറ്റർമിൻ ചെയ്ത് നോക്കുക, എന്നിട്ടാണ് അതിന്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് തമ്മിലുള്ള ഒരു ചെറിയ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം. അപ്പോൾ ഇതാണ് പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക് സിഗ്നൽസ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.